എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും വഴിപാടുകൾ നടത്തിയിട്ടും എന്താ കാര്യം? അവന്റെ സ്വഭാവം ശരിയാവണ്ടേ, എന്നാലല്ലേ അവൻ രക്ഷപ്പെടുള്ളൂ. ഇങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുവാൻ പോകുന്നത്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 109. നിന്റെ പ്രശ്നങ്ങൾ അവ എന്ത് തന്നെയായാലും ഞാനത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. നമസ്കാരം. ഒരുപാട് നാളുകളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. പുസ്തകം വായന എന്ന ആ ദിനചര്യ എന്ന് എന്നിൽ നിന്നും അകന്നുപോ അന്ന് നിർത്തിയതാണ്. ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ സംപ്രേഷണവും എല്ലാം പഴയ പോലെ ആയിട്ടുണ്ട്. ഇനി കഴിവതും എല്ലാ ദിവസവും നമുക്ക് വീഡിയോകൾ ഇടാം. ഇന്ന് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. സ്വഭാവവും പ്രാർത്ഥനയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും വഴിപാടുകൾ നടത്തിയിട്ടും എന്താ കാര്യം? അവന്റെ സ്വഭാവം ശരിയാവണ്ടേ, എന്നാലല്ലേ അവൻ രക്ഷപ്പെടുള്ളൂ. ഇങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കുവാൻ പോകുന്നത്. ഇന്നത്തെ ഈ വിഷയം തിരഞ്ഞെടുക്കുവാനായി പ്രചോദനമായ ഗ്രന്ഥം ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന നാമധേയത്തിലുള്ള ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ പറ്റി വീഡിയോയുടെ അവസാനം പറയാം. എല്ലാ ഭക്തജനങ്ങളും മുഴുവനായി തന്നെ കാണുക. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും, നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. തുടക്കം ഒരു ഉദാഹരണത്തിൽ നിന്നാകാം. എന്നാൽ മാത്രമേ പറയുന്ന ആശയം ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ലളിതമായി മനസ്സിലാവുകയുള്ളൂ. പാർവതി എന്ന നാമധേയത്തിലുള്ള ഒരു പെൺകുട്ടിയെ എല്ലാവരും മനസ്സിലൊന്ന് കാണുക. ആള് അകമഴിഞ്ഞ ഒരു കൃഷ്ണഭക്തിയാണ് കേട്ടോ. എന്നാൽ ആ ഭക്തി വൈകിട്ടുള്ള നാമജപ സമയത്തും പ്രാർത്ഥനാ വേളയിലുമാണെന്ന് മാത്രം. ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഭഗവാനുമായി പങ്കുവെക്കാറുണ്ട്. പക്ഷേ ആള് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്റെ ദിനചര്യയെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് വരെയുള്ള തന്റെ പ്രവർത്തികളെ ആള് ശ്രദ്ധിക്കുന്നേയില്ല. ഒരുപാട് കുറ്റവും കുറവുകളും പറയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് പാർവതിക്കുള്ളത്. പതിയെ പതിയെ ഈ ഒരു സ്വഭാവം തനിക്കും കിട്ടിയ വിവരം പാർവതി ശ്രദ്ധിച്ചിട്ടേയില്ല. മാത്രമല്ല, എന്തിനുമേതിനും വല്ലാത്ത ദേഷ്യവും അമർഷവുമാണ് പാർവതിക്കിപ്പോൾ. താൻ പോലും അറിയാതെ തന്നിലേക്ക് വന്നു ചേർന്ന ഈ ഒരു സ്വഭാവത്തെ ശ്രദ്ധിക്കാതെ പാർവതി ഭഗവാനോട് എല്ലാ ദിവസവും കേഴുകയാണ്. തന്റെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പൂവണിയുവാൻ നിത്യേന കണ്ണനോട് പരിഭവങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ എത്ര വലിയ ഭക്തനോ ഭക്തയോ ആണ് എങ്കിലും മുടങ്ങാതെ ആത്മാർത്ഥമായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും തന്റെ ആഗ്രഹങ്ങൾ നടക്കുവാനായി നിത്യേന വഴിപാടുകളും പൂജകളും ചെയ്താലും സ്വന്തം ശരീരത്തിലേക്കും ആത്മാവിലേക്കും ഇറങ്ങിച്ചെല്ലാതെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ ലക്ഷ്യങ്ങളോ നടക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അകം നന്നാകാതെ പുറം എത്രത്തോളം മിനുക്കിയിട്ടും എന്താണ് കാര്യം? 2-3 ദിവസമൊക്കെ ആയി കുളിച്ചിട്ട്, പക്ഷെ എല്ലാ ദിവസവും പുതിയ പുതിയ കുപ്പായങ്ങളാണ് ഇടുക. ഇതുകൊണ്ട് എന്ത് ശ്രേഷ്ഠതയാണ് നമുക്ക് ഉണ്ടാവുക? എപ്പോഴും എല്ലാ ദിവസവും രാത്രിയോ രാവിലെയോ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് സ്വന്തം സ്വഭാവത്തെയും പ്രവൃത്തികളെയും നിരീക്ഷിക്കുന്നത് അത്രമാത്രം മഹത്തരമാണ് എന്നുള്ള കാര്യം ഭക്തജനങ്ങൾ ഓർത്തുകൊള്ളുക. കാരണം നമ്മൾ നിത്യേന പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദിവസവും മറ്റുള്ളവരോട് ദേഷ്യത്തിലും അവരോട് വളരെ മോശം രീതിയിലുമാണ് നാം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധുമിത്രാദികളുമായി എപ്പോഴും വഴക്കും ദേഷ്യവുമാണെങ്കിൽ തൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാതെ തലവേദന എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും എന്താണ് കാര്യം? ആദ്യം നമ്മളെയും നമ്മുടെ ചുറ്റുപാടുകളെയുമാണ് മാറ്റേണ്ടത്. പ്രശസ്തനായ വ്യക്തി പറഞ്ഞ ഒരു വാചകമുണ്ട്: നീ ദിവസവും സംസാരിക്കുന്ന നിന്റെ 4 സുഹൃത്തുക്കളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് എന്നോട് പറയുക. അടുത്ത 4 വർഷത്തിനുള്ളിൽ നീ എങ്ങനെയായി തീരുമെന്ന്, നിന്റെ സ്വഭാവ സവിശേഷതകൾ എപ്രകാരമായി തീരുമെന്ന് ഞാൻ പ്രവചിക്കാം. എത്ര മഹത്തരമായ വാചകങ്ങളാണല്ലേ! എല്ലാ ശീലങ്ങളും
പ്രവർത്തികളും പതിയെ പതിയെയാണ് നമ്മിലേക്ക് വന്നു ചേരുന്നത്. അതിപ്പോൾ ഭക്തിയായാലും ദുസ്വഭാവങ്ങളാണെങ്കിലും ദിനം തോറും നാം അതിൽ വ്യാപൃതനായി കഴിഞ്ഞാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ സ്വഭാവമായി തീരുമത്. ആയതിനാൽ എപ്പോഴും ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക. താൻ സംസാരിക്കുന്നവരോടും തൻ്റെ സംസാരവുമെല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ വിലയിരുത്തി നോക്കുക. എന്നിരുന്നാൽ മാത്രമേ തൻ്റെ ലക്ഷ്യത്തിലേക്കും അതേപോലെ തന്നെ നാം ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്കും എല്ലാം അടുത്ത ചുവട് നമുക്ക് വെക്കുവാനായി സാധിക്കുകയുള്ളൂ, അവ കൈവരിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമാക്കുവാനായി ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ലളിതമായ ഉദാഹരണം കൂടി ഞാൻ പറയാം. നിങ്ങളുടെ മുറി വളരെയധികം അടുക്കും ചിട്ടയും ഇല്ലാതെ കിടക്കുകയാണെന്ന് കരുതുക. മുറി വൃത്തിയാക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം. ഒരു ദിവസം നാം രണ്ടും കൽപ്പിച്ച് ആ മുറി അങ്ങ് വൃത്തിയാക്കുവാനായി തുടങ്ങുകയാണ്. കുറച്ചു നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ആ മുറി എത്രമാത്രം വൃത്തിയാക്കാമോ അത്രത്തോളം നാം വൃത്തിയാക്കി തീർത്തു. പക്ഷേ നിങ്ങളൊരു വാസ്തവം മനസ്സിലാക്കുക, പതിയെ കുറച്ചു നാൾ കഴിയുമ്പോൾ ആ മുറി എപ്രകാരമാണോ പണ്ടുണ്ടായിരുന്നത് അതേപടി ആകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. വീണ്ടും നമ്മളത് പഴയ പോലെ തന്നെ വൃത്തിയാക്കുവാനായി തുടങ്ങുന്നു. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ പണിയെടുക്കുന്നു. കാരണം നമ്മുടെ സ്വഭാവം, അതായത് മുറി അലക്ഷ്യമായി ഇടുക എന്ന ആ ഒരു സ്വഭാവ സവിശേഷത മാറ്റാതെ നിങ്ങൾ എത്രത്തോളം മുറി വൃത്തിയാക്കിയാലും വീണ്ടും അവ പഴയപടിയാവുക തന്നെ ചെയ്യും. അതാണ് പറയുന്നത്, നമ്മുടെ ഉള്ളിലേക്കാണ് ആദ്യം നാം നോക്കേണ്ടത്. നമ്മുടെ ആത്മാവിനെ, മനസ്സിനെ, സ്വഭാവത്തെ വൃത്തിയാക്കി സൂക്ഷിക്കുക. അപ്രകാരം ചെയ്താൽ ഒരുപാടൊന്നും നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. എപ്പോഴും പുറവും നിങ്ങൾ എപ്രകാരമാണോ അതേപോലെ ആയി തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നന്നായിട്ടിരിക്കുവാനായിട്ട് ശ്രമിക്കുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. എത്രയൊക്കെ ദുഃഖമുണ്ടെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിലും ആ മുഖത്തെ പുഞ്ചിരി കൈവിടാതെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യുക. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഭഗവാൻ നമ്മിലേക്ക് നാം പോലും അറിയാതെ കടന്നു വരും. നമ്മുടെ കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസവും എല്ലാം അവിടുന്ന് മായ്ച്ചു കളയുക തന്നെ ചെയ്യും. ഇന്നത്തെ ശ്രേഷ്ഠമായ ഈ ഒരു ആശയം, വീഡിയോ എത്രത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് അറിയില്ല. എത്രമാത്രം ലളിതമാക്കാമോ അത്രമാത്രം ലളിതമാക്കിയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത്, അതും ഉദാഹരണ സഹിതം. എന്തു തന്നെയായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത്, മടിക്കരുത്. ഇനിയിപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാച്ചാൽ അതും എഴുതുക. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വീഡിയോകൾ കണ്ടിട്ട് കമന്റ് താഴെ എഴുതുന്നത് എങ്കിൽ നിങ്ങൾ എഴുതുന്ന ആ വാക്കുകൾക്ക് മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറാണ്, ഇംഗ്ലിമെന്റ് കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്റെ. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എപ്പോഴും അതിൽ ആളുണ്ടാവും. ഭക്തജനങ്ങൾക്ക് വേണ്ട മറുപടികളെല്ലാം ഏറ്റവും ലളിതമായി അവര് പറഞ്ഞു തരിക തന്നെ ചെയ്യും. ഒന്നും എഴുതായില്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളൂ കേട്ടോ. പിന്നെ 1.5 മാസങ്ങൾക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുകയും ആ വീഡിയോ അത്രത്തോളം സ്നേഹത്തോടു കൂടി സ്പോൺസർ ചെയ്യുകയും ചെയ്ത ഒരമ്മയെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ലളിത എന്നാണ് അമ്മയുടെ നാമധേയം. പെരുമ്പാവൂർ ഇരിങ്ങോലിനടുത്താണ്, ഇരിങ്ങോൽ കാവിനടുത്താണ് അമ്മയുടെ സ്വദേശം. അമ്മയുടെ പ്രിയതമന്റെ ഭർത്താവിന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. മോനെ എപ്പോഴായാലും കുഴപ്പമില്ല, താമസിച്ചാലും സാരമില്ല, അങ്കിളിന്റെ നാമധേയത്തിൽ ഒരു വീഡിയോ സ്പോൺസർ ചെയ്യണേ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത്. അമ്മ മിക്കപ്പോഴും ഗ്രന്ഥങ്ങളൊക്കെ ദാനമായിട്ട് നൽകാറുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം 5 പേർക്കുള്ള നാരായണം ഗ്രന്ഥമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അമ്മ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ആ വലിയ മനസ്സിന് നന്ദി. അമ്മയ്ക്കും അങ്കിളിനും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെ വീഡിയോയുടെ തുടക്കം പറഞ്ഞിരുന്നല്ലോ, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന നാമധേയത്തിലുള്ള ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തിൽ നിന്നാണ് ഈ ആശയം നമ്മൾ എടുത്തിട്ടുള്ളത്. തീർച്ചയായും ഭക്തജനങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ ഒരു ഗ്രന്ഥം വാങ്ങി വായിക്കുക. നമ്മുടെ ശീലങ്ങൾ എങ്ങനെ മാറ്റാം, നമ്മുടെ സ്വഭാവ സവിശേഷതകൾ എപ്രകാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഗ്രന്ഥത്തിൽ ഒന്നാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയർ ആണ് അതിന്റെ ഓഥർ. തീർച്ചയായും വാങ്ങി വായിക്കുക. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.